എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കാറ്ററ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്? നമുക്കറിയാമല്ലേ, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്ന ഒരു ആക്ടാണ് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആക്ടാണിത്. പക്ഷേ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടുന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ട് 2009 നിലവിൽ വന്നതെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്. 2002 ഇന്ത്യൻ ഭരണഘടനയിലെ 86ാമത്തെ ഭേദഗതി സംഭവിക്കുന്നു. ഈ 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന ഒരു ഉപവിഭാഗം ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ആർട്ടിക്കിൾ 21A ഇന്ത്യയിലെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നൊരു ആശയമാണ് ഉൾക്കൊള്ളുന്നത്. അതിലൂടെയാണ്, അത്തരത്തിലുള്ളൊരു ഭരണഘടനാ ഭേദഗതി സംഭവിച്ചതിലൂടെയാണ് പിൽക്കാലത്ത് 8 വർഷങ്ങൾക്ക് ശേഷം 2010 ഏപ്രിൽ 1 നമ്മുടെ ഈ ഒരു ഭരണഘടന അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ശരിയായ രീതിയിൽ പ്രാബല്യത്തിൽ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നമ്മൾ ഇയർ പറയുമ്പം 2009 പറയുക. പക്ഷേ 2010 ഏപ്രിൽ 1 ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രാബല്യത്തിൽ വരുന്നത്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട 2 ഇയറുകളാണ്. അപ്പോൾ 3 ഇയർ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ഒരു ഉപവിഭാഗം ഭരണഘടനാ ഭേദഗതി വ്യക്തിയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പം 2002. അടുത്ത 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നത്. പക്ഷേ അതിനുശേഷം 1 വർഷത്തിന് ശേഷം 2010 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് 2010 ഏപ്രിൽ 1 ഈ 3 കൊല്ലങ്ങൾ മനസ്സിലോർത്തിരിക്കുക. അതുപോലെ ആർട്ടിക്കിൾ 21A എന്നുള്ളതും 86ാമത്തെ അമെൻമെൻ്റ് ആണെന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ആക്ടിൽ പറയുന്ന മേജർ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രൊവിഷൻ എന്തായാലും നമുക്കറിയാം അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ സാധ്യമാക്കുക. എങ്ങനെ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. അതായത് 6 മുതൽ 14 വയസ്സ് വരെ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എലമെൻ്ററി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഒന്നാമത്തെ പ്രൊവിഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മളൊരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന പേരിൽ ഒരു ആക്ട് പുറപ്പെടുവിച്ചിട്ട് അതിങ്ങനെ വെറുതെ പറഞ്ഞു വെക്കുകയല്ല. ആ ഒരു ആക്ട് പുറപ്പെടുവിക്കുമ്പോൾ അതിൽ എന്തൊക്കെ തരങ്ങളിൽ, ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകണമെന്നും ഏതൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ ഒരു ആക്ടിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ മേഖലയിലും, അതായത് കുട്ടികളുടെ കരിക്കുലം, ടീച്ചേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അധ്യാപകരുടെയും അധികാരികളുടെയൊക്കെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്താണെന്ന് പോലും നമ്മുടെ ഈ ഒരു ആക്ടിൽ പ്രൊവിഷൻ നൽകുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ടും ഇതിലുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രൊവിഷനായിട്ട് പറയുന്നത്, അതുവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന, വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന വിദ്യാർത്ഥികൾക്ക്, പല കാരണങ്ങളാൽ പല വിദ്യാർത്ഥികളും മാറ്റി നിർത്തപ്പെട്ടിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് നേരിട്ട് പ്രവേശനം നൽകാനുള്ളൊരു പ്രൊവിഷൻ നമ്മുടെ ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നൽകുന്നുണ്ട്. അതായത് 10 വയസ്സായ കുട്ടിയാണെങ്കിൽ 10 വയസ്സായ കുട്ടി 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തുക അല്ല ചെയ്യുന്നത്, മറിച്ച് ആ കുട്ടി ആണോ ആ കുട്ടിയുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലാസ്, ആ ക്ലാസ്സിലേക്കാണ് ആ കുട്ടിക്ക് പ്രവേശനം നൽകുന്നത്. രണ്ടാമത്തെ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്, ഓരോ ഗവൺമെൻറ്റുകളും ലോക്കൽ ബോഡീസും പാരൻസും ടീച്ചേഴ്സും അനുഷ്ഠിക്കേണ്ട അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം നമ്മുടെ ഈ ഒരു ആക്ടിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോ, ഓരോ സ്കൂളുകളിലും ഉണ്ടായിരിക്കേണ്ട ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് എന്നിവയെ പറ്റിയിട്ടും
നമ്മളുടെ ഈ ഒരു ആക്ടിൽ നിർദ്ദേശം നൽകുന്നുണ്ട്. അപ്പോയിൻമെൻറ്റ് ഓഫ് ട്രെയിൻഡ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ പ്രൊഹിബിറ്റ്, ഈ ഒരു ആക്ടിലൂടെ ഫിസിക്കൽ പണിഷ്മെൻറ്റ്, മെൻ്റൽ ഹരാസ്മെൻറ്റ്, സ്ക്രീനിങ് പ്രൊസീജിയേഴ്സ് ഫോർ അഡ്മിഷൻ ഓഫ് ചിൽഡ്രൻ, ക്യാപിറ്റേഷൻ ഫീ, പ്രൈവറ്റ് ട്യൂഷൻ ബൈ ടീച്ചേഴ്സ് ആൻഡ് റണ്ണിങ് ഓഫ് സ്കൂൾസ് വിത്തൗട്ട് റെക്കഗ്നീഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ഈ ഒരു ആക്ട് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ആക്ടിലൂടെ നമ്മളുടെ കുട്ടികൾക്ക് നൽകേണ്ട കരിക്കുലത്തിനെ പറ്റിയിട്ടും കൃത്യമായ സൂചന നൽകുന്നുണ്ട്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എൻസിൻഡ് ചെയ്യുന്ന വാല്യൂസിനെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കരിക്കുലം വേണം കുട്ടികൾക്ക് പ്രദാനം ചെയ്യാൻ എന്ന് കൂടി നമ്മുടെ ഈ ഒരു ആക്ട് പറയുന്നുണ്ട്. നമ്മളിതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ട് എന്നതിനെ പറ്റി ചിന്തിക്കേണ്ട, നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആക്ട് ഇങ്ങനെ വെറുതെ പുറപ്പെടുവിക്കുകയല്ല, അതിനു വേണ്ടി ഏതൊക്കെ തരത്തിൽ മാറ്റങ്ങൾ വരുത്തണം, ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ തരത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് കൂടി ഈ ഒരു ആക്ട് പ്രൊവിഷൻസ് നൽകുന്നുണ്ട്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വർഷമാണ്, ഒരു ഡേറ്റാണ് ഈ ഒരു ആക്ടുമായി ബന്ധപ്പെട്ട് 2012 ഏപ്രിൽ 12. ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഡേറ്റാണ് 2012 ഏപ്രിൽ 12. ആ ദിവസമാണ് നമ്മുടെ സുപ്രീം കോർട്ട് ഒരു നിയമം പുറപ്പെടുവിക്കുകയാണ്. അതായത് നമ്മളുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണെങ്കിലും അഥവാ അല്ല സ്വകാര്യ സ്ഥാപനങ്ങളാണെങ്കിലും അവയിലെല്ലാം 25% സീറ്റ് വീക്കർ ആൻഡ് ഡിസഡ്വാൻറ്റേജഡ് സെക്ഷൻസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം എന്ന് ഒരു നിയമം കൂടി നമ്മുടെ സുപ്രീം കോടതി നേരിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. ഇതിലൂടെ മാത്രമാണ് നമ്മളുടെ പൂർണ്ണമായ രീതിയിൽ നമ്മളുടെ ഈ ഒരു സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സാധ്യത നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഴികക്കല്ലായി മാറിയ ഒരു ആക്റ്റാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. നമ്മളെല്ലാവരും എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ആക്ടാണിത്. അതിൻ്റെ പ്രധാന വർഷങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. 2002 നമ്മളുടെ 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയോട് കൂടിയിട്ട് ആർട്ടിക്കിൾ 21A ഭരണഘടനയിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നത്. അതിനുശേഷം 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നു. പക്ഷേ 2010 ഏപ്രിൽ 1 മുതലാണ് ഇത് ശരിയായ രീതിയിൽ ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രാബല്യത്തിൽ വരുന്നത്. 2010 ഏപ്രിൽ 1 മുതലാണ്. അതിനുശേഷം 2012 ഏപ്രിൽ 12 സുപ്രീം കോടതി ഒരു പുതിയ നിയമം അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം കൂടി മുന്നോട്ട് നിർദ്ദേശിക്കുകയാണ്. 25% സീറ്റുകൾ, അത് ഗവൺമെൻറ് സ്കൂളുകളിലാണെങ്കിലും സ്വകാര്യ സ്കൂളുകളിലാണെങ്കിലും 25% സീറ്റുകൾ വീക്കർ ആൻഡ് ഡിസഡ്വാൻറ്റേജഡ് സെക്ഷൻസിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് നിർദ്ദേശിക്കുകയും ആ ഒരു മാൻഡേറ്ററി ആയിട്ട് അത് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായി പഠിക്കുക. നിങ്ങൾ എന്തായാലും അടുത്ത പ്രാവശ്യം തന്നെ കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.